ഉഷ്ണതരംഗത്തിൽ വെന്തുരുകുകയാണ് കേരളം. ചൂട് കൂടി അത് ജനജീവിതത്തെ ബാധിച്ചു തുടങ്ങി. എത്രമാത്രം എന്നാൽ മുഖ്യമന്ത്രി സെൽഫ് ലോക്ക്ഡൌൺ അനൗൺസ് ചെയ്യുന്ന അത്ര ഗുരുതരമാണ് ഇപ്പോൾ കേരളത്തിലെ കൊടും ചൂട്. ചൂട് കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. രാവിലെ 11 മണി മുതൽ 3 മണി വരെയുള്ള ചൂട് കഴിവതും ഒഴിവാക്കാനാണ് നിർദ്ദേശം. അതിന്റെ ഒപ്പം തന്നെ അനാവശ്യ യാത്രകളും പുറം പണികളും ഒഴിവാക്കാനും ആ സമയത്ത് ഉള്ള പൊതുയോഗങ്ങളും പരിപാടികളും പാടില്ലെന്നും പകൽപൂരം, എഴുന്നള്ളിപ്പ്, വെടിക്കെട്ട് എന്നിവ ഒഴിവാക്കുകയോ സമയം ക്രമീകരിക്കുകയോ ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. അത്രമാത്രം ചൂട് നമ്മുടെ ജീവിതത്തെ ബാധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ചൂട് കൂടുന്നതിന്റെ ഒപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിന്റെ ഏറ്റവും ഗുരുതരമായ അവസ്ഥയാണ് സൂര്യതാപം എന്നത്. സൂര്യതാപം ഏറ്റുള്ള മരണം കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ചൂട് അമിതമായി കൂടിയാൽ അത് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കും. അതാണ് സൂര്യതാപം മരണത്തിലേക്ക് നയിക്കുന്നതിന് കാരണമാകുന്നത്. എത്രയും വേഗം ചികിത്സ ലഭ്യമാക്കുക, അല്ലെങ്കിൽ അത് മരണത്തിന് വരെ കാരണമായേക്കുന്ന അവസ്ഥയാണ്. നമുക്ക് പനി വന്നാൽ ഉണ്ടാകുന്നതിന് തുല്യമായ ചൂടാണ് അന്തരീക്ഷ താപനിലയിൽ ഇപ്പോൾ ഉള്ളത്. അതായത് ഏകദേശം 40 ഡിഗ്രി. അത്തരത്തിൽ ചൂട് വല്ലാതെ കൂടുന്നത് കൊണ്ട് രക്തത്തിന്റെ ഘടനയിൽ തന്നെ മാറ്റം സംഭവിക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ തുടങ്ങിയ ഘടകങ്ങളുടെ അളവിലും ചൂട് കൊണ്ട് പ്രശ്നങ്ങൾ സംഭവിക്കും. രക്തം കട്ട പിടിക്കാം. അത് ഹൃദയം, മസ്തിഷ്കം എന്നിവയുടെ പ്രവർത്തനത്തെ ബാധിക്കും. പേശികൾക്ക് ക്ഷതം സംഭവിച്ച് മയോഗ്ലോബിൻ ചോർന്ന് രക്തത്തിൽ എത്തുകയാണെങ്കിൽ അത് വൃക്കകളുടെ പ്രവർത്തനത്തെയും ബാധിക്കാം. നിർജ്ജലീകരണം, ചൂട് നേരിട്ട് ഏൽക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ക്ഷതം അത് വൃക്കകളെ വരെ സ്തംഭിപ്പിക്കാൻ പോകുന്നതാണ്. ഹൃദയത്തിലേക്ക് ഉള്ള രക്തയോട്ടം നഷ്ടപ്പെട്ട് ഹൃദയാഘാതം വരെ സംഭവിക്കാൻ ചില സാഹചര്യങ്ങളിൽ ഇടയുണ്ട്. മസ്തിഷ്ക ആഘാതവും ചൂട് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. അതിന്റെ ഒപ്പം തന്നെ സോഡിയം, പൊട്ടാസ്യം എന്നിവയുടെ അളവിലും മാറ്റങ്ങൾ സംഭവിക്കാം. അതും ശരീരപ്രവർത്തനങ്ങളെ ബാധിക്കാൻ പോകുന്നതാണ്. ഒപ്പം തന്നെ ഉറക്കക്കുറവും ക്ഷീണത്തിനും തളർച്ചയ്ക്കും ഒക്കെ കാരണമായ അവസ്ഥയാണ് ഈ ചൂട് ഇങ്ങനെ ക്രമാതീതമായി കൂടുന്നത്. എങ്ങനെ സൂര്യതാപത്തിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാനാവും എന്നതിൽ ചെയ്യാനാവുന്ന കുറച്ച് കാര്യങ്ങൾ മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞതുപോലെ വീട്ടിലിരിക്കുക തന്നെയാണ് ഈ വെയിൽ കൂടുന്ന സമയത്ത്. പക്ഷെ അസാധ്യമായിട്ടുള്ള സാഹചര്യങ്ങളിൽ മാക്സിമം തൊപ്പി, അല്ലെങ്കിൽ അഴഞ്ഞതും ലൈറ്റ് കളർ ഉള്ളതുമായ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. ഒപ്പം നമുക്ക് എപ്പോഴൊക്കെ സാധിക്കുമോ ആ സമയങ്ങളിലെല്ലാം ഒരു തണലിൽ കയറി നിൽക്കാൻ ശ്രമിക്കുക എന്നൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അതിന്റെ ഒപ്പം തന്നെ ദാഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. കരിക്ക്, ORS, മോരും വെള്ളം ഇതൊക്കെ നമുക്ക് അങ്ങനെ മാറി മാറി ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ നിർജ്ജലീകരണത്തിന് സാധ്യതയുള്ള കോഫി, മദ്യം എന്നിവ അവഗണിക്കാനും ശ്രമിക്കുക. ഇതിന്റെ ഒപ്പം തന്നെ വാട്ടർ റിച്ച് ആയിട്ടുള്ള തണ്ണിമത്തൻ, കത്രിക്ക തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും ഒരു പരിധി വരെ ഈ സൂര്യതാപത്തിൽ നിന്ന് നമുക്കൊരു ചെറിയ പ്രൊട്ടക്ഷൻ ഒരുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാവരും ഉള്ളും പുറവും ഒരേപോലെ പുകയുന്ന ചൂടിൽ നിന്ന് മാക്സിമം അകലം പാലിക്കുക.